നിലാവ് പെയ്യുമീ കിനാവ് പോലെ നീ വരുന്നു മുന്നിൽ വിരൽ തലോടും ഓർമ്മയിൽ തുളുമ്പിയൻ മനം ഇതാദ്യമായി വളർന്നിടുന്ന തീയ് പോലെ മെയ്യാകെ നുടഞ്ഞലിഞ്ഞതേനു പോലെ ഉള്ളാകെ ഉണർന്നമർന്ന മഞ്ഞ് പോലെ നെഞ്ചാകെ ചേരുന്നു നീതാരേ മഹിമേ, താൻ എങ്ങോട്ടായി പോകുന്നേ? ഗിരിയേട്ടന്റെ കൂടെ ചേച്ചി സന്തോഷത്തോടെ നിൽക്കുന്ന കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് ഞാൻ വിചാരിച്ചതിലും പാടാ. ഞാൻ വീട്ടിലേക്ക് പോവാ. താനും മഞ്ജുവും തമ്മിലുള്ള ശത്രുത കാണാനാ ഗോപാലനടക്കം ഇവിടെയുള്ള പലരുടെ ആഗ്രഹം. താൻ ഇങ്ങനെ പെരുമാറിയാ അവരൊക്കെ ജയിച്ചതുപോലെ ആവില്ലേ? ഈ വിഷയത്തിൽ എനിക്ക് ചേച്ചിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല വക്കീല്. തനിക്ക് തന്റെ വാശിയാണ് ഏറ്റവും വലുതെന്ന് എനിക്കറിയാം. താൻ സ്വന്തം ചേച്ചിക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നതാണോ അതോ ആ ഗോപാലിന്റെ മുമ്പിൽ തോക്കുന്നതാണോ എന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ആലോചിക്ക്. മഹിമ പോയല്ലേ, സാരമില്ല. അവള് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഇനിയും സമയമെടുക്കും. അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. മഹിമ നല്ല വാശിയുള്ള കുട്ടിയാ. എന്നെ തകർത്ത് ഇല്ലാതാക്കിയിട്ടേ മഞ്ജുവായിട്ടുള്ള ശത്രുത അവസാനിപ്പിക്കുന്ന അവള് തീരുമാനിച്ചിരിക്കുന്നേ. എന്നെ തകർക്കാൻ ഇവർ രണ്ടുപേരും ആഞ്ഞു ശ്രമിച്ചാലും ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. അപ്പോ ഇവരുടെ ശത്രുത അവസാനിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. മുട്ടനാടുകൾ തമ്മിൽ അടിക്കുമ്പോ ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കനെ പോലെ താൻ നോക്കി നിൽക്കണ്ട. ഞങ്ങൾ തിരഞ്ഞെടുത്ത മാർഗങ്ങൾ വേറെ ആയിരിക്കും. പക്ഷെ ലക്ഷ്യം ഒന്നാ, തന്നെ തകർക്കുക. അത് ഞങ്ങൾ എന്തായാലും ചെയ്തിരിക്കും. മോളുവാ. ആദ്യമായിട്ടായിരിക്കും നിങ്ങളെ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവുന്നത്. നിങ്ങളോടുള്ള വെറുപ്പ് കാരണേ അവർ രണ്ടുപേരും ഒരുമിച്ചു. തന്റെ നമ്പറിലൊന്നും അവര് വീഴാൻ പോകുന്നില്ലടോ. അവരെ മാധവന്റെ മക്കളാ. വാ ബാനു.